ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. കൂടെ കൂട്ടുകാരി ഉണ്ട്, പേര് മിനി കേട്ടോ. അപ്പോൾ വിജയേട്ട രാവിലെ പണിക്ക് പോകുമ്പോൾ എന്നെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ആക്കി തന്നു. ഞാൻ വരുമ്പോഴേക്കും അവളുടെ ഡ്രസ്സ് മാറൽ കഴിഞ്ഞു, കുറച്ചൊരു മേക്കപ്പ് കൂടി ഉണ്ട് കേട്ടോ ഇടാൻ. അപ്പോൾ ഞായറാഴ്ചയല്ല, അപ്പോൾ എന്തായാലും അമ്പലത്തേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ അധികം പോവാറില്ല, അപ്പോൾ ഇന്ന് എന്തായാലും പോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഷൊർണൂർ സൈഡാണ് കേട്ടോ, ഒറ്റപ്പാലം സൈഡല്ല, ഷൊർണൂർ സൈഡാണ്. അവിടെ കൂനത്ര എന്ന് പറയും. അവിടെയാണ് ആര്യങ്കാവ് അമ്പലം. പിന്നെ കുളപ്പുള്ളി എന്നൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളുടെ ഈ ഭാഗത്ത് എല്ലാ ആൾക്കാർക്കും അറിയാം. അപ്പോൾ ദൂരമുള്ള ആൾക്കാരും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഷൊർണൂർ, കുളപ്പുള്ളി, അങ്ങനെ ആ സൈഡാണ് കൂനത്ര പറഞ്ഞ നമ്മുടെ ആര്യങ്കാവ് അമ്പലം. അപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. പേരിപ്പോൾ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ അറിയണില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. സമയം ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് വന്നത്, അതുകൊണ്ട് കുറേ പേരൊക്കെ പോയേക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ രണ്ടുപേരും അങ്ങനെ അത്യാവശ്യം കുറച്ച് തിരക്കും കൂടി വന്നു തുടങ്ങിയിട്ട്. ഞങ്ങൾ വന്ന സമയത്ത് അധികം ആൾക്കാരുണ്ടായില്ല. പിന്നെ വെളിച്ചപ്പാടിൻ്റെ അങ്ങനെ തുള്ളൽ, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേരും നാളൊക്കെ കൊടുത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പുഷ്പാഞ്ജലിയൊക്കെ അത് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തരികയാണ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അന്ന് ചന്ദനമൊക്കെ ഇട്ട് ഞങ്ങൾ തൊട്ട് ഞങ്ങൾ ഒന്നും കൂടി 2-3 വട്ടമൊക്കെ അവിടെ അമ്പലത്തിൽ ചുറ്റി നടന്ന് എന്നിട്ടാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആൾക്ക് മിനിക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും അമ്പലത്തിൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഇപ്പോൾ 2 ദിവസം മുന്നേ ഓരോ പിറന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ ആദ്യം തന്നെ നിത്യയുടെ പിറന്നാളാണ്. വാണിയംകുളത്ത് ചെട്ടിയ സ്റ്റോർ എന്ന് പറയും കേട്ടോ. അപ്പോൾ അവൾ ഈ വീഡിയോ കാണണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ പിറന്നാൾ ആശംസകൾ കേട്ടോ നിത്യ. അതേപോലെ ബിന്ദു ചേച്ചി മൈവാച്ച് പറഞ്ഞൊരു ഷോപ്പാണ് വാണിയംകുളത്തെ, അതും എല്ലാവർക്കും അറിയുണ്ടാവും. അവിടുത്തെ ബിന്ദു ചേച്ചിക്കും പിറന്നാൾ ആശംസകൾ കേട്ടോ. പിന്നെ എൻ്റെ നാത്തൂൻ്റെ മകളാണ് സുജിത, പിന്നെ രഞ്ജു, അവരുടെ ചക്കരക്കുട്ടനും പിറന്നാൾ ആശംസകൾ അച്ഛമ്മയുടെ വക കേട്ടോ, അച്ഛൻ്റെ വക, എല്ലാവരുടെയും വകയും മോന് ആശംസകൾ. അതേപോലെ തന്നെ ഇക്കൂസിൻ്റെ പിറന്നാളുമാണ്. അപ്പോൾ ഇക്കൂസിനും പിറന്നാൾ ആശംസകൾ എല്ലാവരുടെയും വകയും. അങ്ങനെ ഇനി നാളെയുണ്ട് കേട്ടോ കുറച്ച് പിറന്നാളൊക്കെ, അത് നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പിറന്നാളൊക്കെ എനിക്ക് ഇതിലൂടെ പറയാൻ പറ്റി കേട്ടോ. അപ്പോൾ എല്ലാവരും പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയണ കാരണം അതുകൊണ്ട് വീഡിയോയിലൂടെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടാണ് ഇപ്പോൾ ഇറങ്ങണത്. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോസുകൾ എടുത്തു. അപ്പോൾ ഇവിടെ ഇവിടുത്തെ പൂരത്തിനൊക്കെ ഞങ്ങൾ എല്ലാ പ്രാവശ്യം, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള പൂരമാണ് ഇവിടെ ആര്യങ്കാവ് പൂരം. ഞാൻ വീഡിയോയിലൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ ചായയും മസാല ദോശയാണ് കഴിച്ചത്. പിന്നെ അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണ വഴിക്ക് മനുശ്ശേരി എന്ന് പറയും, മനുശ്ശേരി എന്ന് കേട്ടിട്ടുണ്ടാവും, വരിക്കാശ്ശേരി മനാ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ അവിടേക്ക് പോയിട്ട് അവിടെ കിള്ളിക്കാവ് അമ്പലം ഉണ്ട് കേട്ടോ. അവിടേക്കും കൂടി ഒന്ന് പോകാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ കുറച്ച് മഴയൊക്കെ ചാറലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കിള്ളിക്കാവ് അമ്പലത്തിൽ കൂടി എത്തിയിട്ടുണ്ട്. അവിടെ ഇതേപോലെ തിരക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് തൊഴുതിട്ട് പോന്നു. എന്തായാലും ഇറങ്ങിയതല്ല, അപ്പോൾ ഞങ്ങൾ എന്തായാലും നല്ലോണം തൊഴുതിട്ട് പോന്നു. അപ്പോൾ വീടിൻ്റെ കുറച്ച് ദൂരമുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് മനുഷ്യരിക്ക് 13 രൂപയാണ് കേട്ടോ വീടിൻ്റെ അവിടേക്ക്. അപ്പോൾ വരിക്കാശ്ശേരി മനയ്ക്കൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ പറയണം, യൂട്യൂബിലൂടെ പറയുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്കരക്കുട്ടൻ. പിന്നെ വീട്ടിലെത്തിയിട്ട് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ചക്കച്ചോളൊക്കെ പറിക്കുകയാണ്, അമ്മയുണ്ട് കൂടെ.
ചേച്ചിക്ക് ഷുഗറായ കാരണം ചേച്ചി കാണാതെ കുറേയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും ചേച്ചി അനുസരിക്കില്ല. ചക്ക പറഞ്ഞ ജീവനാണ് കേട്ടോ. അതുകൊണ്ട് ആൾക്ക് ഷുഗർ 400 വേണ്ടില്ല, ആൾ ചക്ക ഇരുന്ന് ഇങ്ങനെ തിന്നോളും. അതുകൊണ്ട് ചീത്തയൊക്കെ പറഞ്ഞ് തോറ്റു. ബാക്കി കുറച്ചൊക്കെ കഴിച്ച് ചേച്ചി പറഞ്ഞു വീട്ടിലേക്ക് കുറച്ച് കൊണ്ടുപോകാം, കാരണം ചക്ക ഇവിടെ ഇപ്പോൾ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞങ്ങൾ കവറിലൊക്കെ ആക്കി. പിന്നെ നാളികേരം ഉണ്ടായിരുന്നു കുറച്ച്, നാളികേരമൊക്കെ കുറച്ച് കവറിലാക്കി. അപ്പോൾ എന്തായാലും ചേച്ചീനെ അങ്ങനെ പറഞ്ഞു വിടട്ടെ. ഈ ചേച്ചിയുടെ അടുത്താണ് ഇപ്പോൾ അച്ഛൻ താമസിക്കുന്നത് കേട്ടോ. അച്ഛൻ ഒരാഴ്ചയായി പോയിട്ട് കേട്ടോ. അച്ഛൻ അപ്പോൾ അച്ഛൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ എത്തും. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ അടുത്ത് ഒരാഴ്ച കുറേ കാലമായിൽ നിന്നിട്ട് അവിടെ നിൽക്കട്ടെ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി അവിടെ അച്ഛനെ നിർത്തിയെടുക്കുന്നത്. വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഒരടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ലൈവ് വയ്ക്കും. എല്ലാ കൂട്ടുകാരും ലൈവിലേക്ക് വരണം. ചക്കയും നാളികേരമൊക്കെ ആയിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടെ അച്ഛനുണ്ടല്ലോ, കുറച്ച് ചക്കയും കൊടുക്കുക, കുട്ടികളും മക്കളും എല്ലാവരും ഉണ്ട്.